എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടേതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചത് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര ഞാൻ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ നമുക്ക് 1 സ്പൂൺ തൈരും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് തേച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കണം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ആ സമയം കൊണ്ട് ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനും മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ നമുക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കണം. എങ്കിലേ നമുക്ക് ആ ഫ്രൈയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു പകുതി വേവായതിനു ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ മറിച്ചും തിരിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചതച്ചതും കൂടെയൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്കൊരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവസാനം നമ്മുടെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.